ചാർലി മുറിയിലേക്ക് കയറി ചെന്നു. ഷീതു പാല് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചിട്ട് കട്ടിലിൽ അവനെ നോക്കി ഇരിക്കുകയായിരുന്നു. ചാർലി റൂമിലേക്ക് കയറി കഥകൾ ഓക്ക് ചെയ്തു. പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. മമ്മി മനഃപൂർവ്വം കുഞ്ഞിനെ അവരുടെ കൂടെ കിടത്തിയതാ അല്ലേ? അവൾ പുഞ്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതേടി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അവൻ ചിരിയോടെ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പക്ഷെ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ഒരു റൂമിൽ കിടക്കുന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നമ്മുടെ ജീവിതം ഒരു പ്രത്യേക രീതിയാണ് അല്ലേ ഷീതു? അവൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എപ്പോഴും നിനക്കും കുഞ്ഞിനും യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഡ്രസ്സായാലും എന്തായാലും. അത് നിങ്ങൾ രണ്ടുപേരും എല്ലാവരിൽ നിന്നും എപ്പോഴും വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എനിക്ക് ഒരുക്കിയിരുന്നത് ഇതുപോലെയുള്ള ആർക്കും കിട്ടാത്ത ഒരു ജീവിതമായിരുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെയും നോക്കി. അല്ല, ഇങ്ങനൊരു ജീവിതം ഈ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നീയും കുഞ്ഞും എൻ്റെ ലൈഫിലേക്ക് വരുന്നു. നമ്മൾ 3 പേരും ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ 3.5 വർഷത്തോളം ഒന്നിച്ച് താമസിക്കുന്നു. ആ 3.5 വർഷത്തിന് ശേഷം ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ മിന്നി കെട്ടി എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും സ്വന്തമാക്കി. അവൻ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ഇത്രയും നാൾ സ്വപ്നം കണ്ടിരുന്നൊരു ലൈഫാണ് ഇന്ന് എൻ്റെ മുൻപിൽ ഞാൻ കണ്ടത്, അനുഭവിച്ചത്. ഇനി പഴയ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല, ഒരു ഓർമ്മ കൊണ്ട് പോലും. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടിയിരുന്നു. നീ ഓക്കെ അല്ലേ എൻ്റെ കൂടെ? അവരൊക്കെ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും എന്നാ. പക്ഷെ എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ഷീതു. എനിക്ക് നിന്റെ കംഫർട്ടാണ് മുഖ്യം. നീ എൻ്റെ കൂടെ എന്ന് ഓക്കെ ആകുന്നോ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും, എന്ന് നീ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ, അന്ന് മാത്രം മതി നമുക്കിടയിൽ ഒരു ഫസ്റ്റ് നൈറ്റ്. അതല്ലാതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരധികാരത്തിനും അവകാശത്തിനും ഞാൻ നിന്റെ അടുക്കൽ വരില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണു ചിമ്മി. ഇച്ചായ, ഒരു പക്ഷെ ഇപ്പം ഞാനത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചതും അവൻ നെറ്റിച്ചുളിച്ചു. അതേ ഇച്ചായ, എനിക്കറിയാം ഇച്ചായൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. ഇത്രയും നാളും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ? എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നിട്ടും എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നിൽ നിന്ന് മാറി നിന്നില്ലേ? ഇനി അതൊന്നും വേണ്ട. എനിക്ക് എല്ലാവരുടെയും മുൻപിൽ ഇപ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും, പുലിക്കളത്തിൽ ചാർലി ചായൻ്റെ ഭാര്യയാണ് ഞാനെന്ന്. ഇത്രയും നാളും എൻ്റെ മുൻപിൽ അത് വെറും ഒരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു. എനിക്ക് ഒരു അവകാശവും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതും പറഞ്ഞവൾ അവൻ കെട്ടിക്കൊടുത്ത മിന്നുമാലയിൽ കൈകൾ കൊണ്ട് മുറുക്കെ പിടിച്ചു. ദേ, ഇതെൻ്റെ കഴുത്തിലുള്ള കാലത്തോളം ഇനി എനിക്ക് ആരോട് വേണമെങ്കിലും അവകാശത്തോടെ പറയാൻ കഴിയും. അഭിമാനത്തോടെ അവരോട് എനിക്ക് പറയാം. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിരുന്നു. അവൾ പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി. അവൻ്റെ മുഖത്തെ ആ സന്തോഷം, കണ്ണുകളിലെ തിളക്കം, അതെല്ലാം അവൾ നോക്കി കാണുകയായിരുന്നു. താങ്ക് യു ഷീതു, നീ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കിന്ന് ഇരട്ടി സന്തോഷം തോന്നുക. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലും ചുണ്ടുകൾ ചേർത്തു. 3.5 വർഷത്തോളായില്ലേ ഇച്ചായ ഞാൻ ഇച്ചായൻ്റെ കൂടെ ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട്. ഇനിയും ഞാൻ ഇച്ചായനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു മണ്ടത്തരമായി പോകും. ഇച്ചായൻ ഇവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയതല്ല ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുമെന്ന്. ഒരു പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും നമ്മുടെ മോളും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഈ ജന്മം കരുതി വെച്ചിരുന്നത് ഇച്ചായനെയായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ തിരികെ ചുംബിച്ചിരുന്നു. അവളൊരു പലാസോ പാൻറ്റും ബനിയനുമായിരുന്നു വേഷം. ചാർലി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്നത്തേതിലും ഒരു സന്തോഷം അവളുടെ കണ്ണുകളിൽ ഇന്ന് അവന് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു നിമിഷം കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നു എന്നവന് തോന്നി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. ഇരു കണ്ണുകളും അടച്ച് അവൾ അതിനെ സ്വീകരിച്ചു. അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അടുത്തുമ്പിലും മൂക്കിലും ചുണ്ടിലുമൊക്കെയായി അവൻ്റെ ചുണ്ടുകൾ തുടരെ പതിയുമ്പോൾ അവന് വേണ്ടി സന്തോഷത്തോടെ ഇരുന്നു കൊടുക്കുകയായിരുന്നു ഷീതു. അവളുടെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്ത അവൻ അവളുടെ ചുണ്ടിൽ തള്ളവിരൽ കൊണ്ടൊന്ന് തലോടി. അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കീഴ്ചുണ്ടിൽ പതിയെ തള്ളവിരൽ കൊണ്ടൊന്ന് തലോടിയ ശേഷം അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുത്തതും അവൾ കണ്ണുകളെ അടച്ചു. ചാർലി അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. പതിയെ അവളുടെ ചുണ്ടിനെ നുണഞ്ഞു. ഒട്ടും വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടിൻ്റെ മാധുര്യത്തെ അവൻ അറിയുമ്പോൾ അവളുടെ കരങ്ങൾ അവൻ്റെ മുടിയിൽ കോർത്തു. അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി മറുകൈ കൊണ്ട് അവളുടെ പിന്തലയിൽ പിടിച്ച് ചാർലി അവളിലേക്ക് തൻ്റെ ചുണ്ടിനെ കോർത്തു ചുംബിക്കുമ്പോൾ ഇരുവരും മറ്റൊരു ലോകത്തായിരുന്നു.
അവർക്കിടയിൽ ആരും കടന്നു വരാത്ത അവരുടെ മാത്രം ലോകത്ത് നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ചാർലി അവളുടെ ചുണ്ടിനെ മനസ്സില്ലാതെ മനസ്സോടെ വേർപ്പെടുത്തുമ്പോൾ ഇരുവരും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഷീതു അവനെ ഫേസ് ചെയ്യാനാകാതെ തലകുനിച്ചു. ചാർലിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. ഒരിക്കൽ വാശിയോടെ അവളെ ചുംബിച്ചിട്ടുണ്ട്. അന്നുപോലും അവളുടെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മലായിരുന്നത് കൊണ്ടാണ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇന്നും ആ അവസ്ഥ തന്നെയാണെന്ന് അവൻ ഓർത്തു. അവൾ തന്റെ കൈകൾ കട്ടിലിൽ വെച്ചിരിക്കുകയായിരുന്നു. അവൻ അവളെ നോക്കാതെ തല ചരിച്ചു. അവൾ തല കുനിച്ചിരിക്കുകയായിരുന്നു. ചാർലി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. തലകുനിച്ച് അവനെ നോക്കാതെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി നിൽക്കുന്നവളുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു. അവൻ തന്റെ കയ്യിൽ പിടിക്കുന്നത് കണ്ടതും ഷീതു മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അതിനവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. പെട്ടെന്ന് ചാർലി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അവൻ കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റതും ചാർലി അവളുടെ കയ്യിൽ പിടിച്ചു തന്നെ അവന്റെ മടിയിലേക്ക് ഇരുത്തി. മുൻപിലേക്ക് കിടന്ന അവളുടെ മുടിയെ മാടി ഒതുക്കി പുറകിലേക്കാക്കി വെച്ചു. ഷീതു പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കുകയായിരുന്നു. ചാർലി പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. ഷീതു ഒന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ തുടരെ പതിഞ്ഞു. അവൾക്ക് ഇക്കിളിയാകുന്നുണ്ടായിരുന്നു. ഹിച്ചായ, അവൾ വിളിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവളുടെ ആ ചിരി കണ്ടതും അവൻ വീണ്ടും വീണ്ടും അവളുടെ കഴുത്തിൽ തൻ്റെ മുഖം അമർത്തിക്കൊണ്ടേയിരുന്നു. അവൻ്റെ മുഖം അവിടെ ഉരസും തോറും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം വികാരമായിരുന്നു. ആ വികാരം ആദ്യം ഇക്കിളിയായിരുന്നുവെങ്കിൽ പിന്നീട് മറ്റെന്തോ തരത്തിലേക്ക് നീണ്ടു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ അമർന്നു. അവളിലെ ഓരോ ഭാവവ്യത്യാസങ്ങളും അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. അവളെ അങ്ങനെ തന്നെ അവൻ പൊക്കിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. ഒരു പുഞ്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും അഴിച്ചു. നാണത്തോടെ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്ന അവളുടെ പുറകിലേക്ക് ഷർട്ട് മാറ്റിയിട്ടതിനു ശേഷം അവനും അമർന്നിരുന്നു. അവളുടെ മുടികളെ കഴുത്തിൽ നിന്നും മാറ്റിയതിനു ശേഷം പിൻവശത്തുകൂടി അവൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ ബനിയൻ ഇടയിൽ കൂടി അമർന്നു. ഷീതുവിന് എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു. അവനെ നോക്കാതെ തലയിണയിലേക്ക് മുഖമമർത്തി കിടക്കുന്ന അവളെ ബലമായി അവന്റെ നേരെ തിരിച്ചു കിടത്തി. അവളുടെ കവിളിൽ തന്റെ വിരൽ കൊണ്ട് ഒന്ന് തലോടിയതിനു ശേഷം അവൻ വീണ്ടും അവളുടെ ചുണ്ടിന്റെ മാധുര്യം അറിഞ്ഞിരുന്നു. ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് അവൻ ചലിപ്പിച്ചപ്പോൾ അവന്റെ കയ്യെത്തുന്ന ഇടം ശ്രദ്ധിക്കുകയായിരുന്നു അവൾ. അവളെ ഒന്ന് നേരെ കിടത്തിയതിനു ശേഷം അവൻ അവളുടെ ബനിയൻ വയറ്റിൽ നിന്നും മാറ്റി. അവന്റെ മുഖം കൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ ഉരസുമ്പോൾ ഷീതു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സമയം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇരുവരും അർദ്ധനഗ്നരായി, ശേഷം നഗ്നരുമായി. അവന്റെ പെണ്ണിന്റെ ഉടലിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു അവൻ. അവന്റെ കൈകളും ചുണ്ടുകളും എത്താത്ത ഒരു സ്ഥലവും അവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. അവളും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു, ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ചാർലി ഓരോ നിമിഷവും ശ്രമിച്ചു. മറിച്ച് അവളെ സന്തോഷിപ്പിക്കുകയായിരുന്നു അവൻ, ചിരിപ്പിക്കുകയായിരുന്നു. മറ്റൊന്നും അവളുടെ മനസ്സിൽ കടന്നു വരാത്ത വിധം അവളിലെ പെണ്ണിനെ അറിയുകയായിരുന്നു. ആ 4 ചുവരുകൾക്കിടയിൽ വർഷങ്ങളായുള്ള അവന്റെ പ്രണയത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു. അവൾക്കോ താൻ ആഗ്രഹിച്ച ഒരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ഒടുവിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവരൊന്നായി മാറിയപ്പോൾ ഇരുവരുടെയും കണ്ണുകളിൽ സന്തോഷത്തിന്റെ നീർത്തിളക്കമുണ്ടായിരുന്നു. ശരീരത്തിലേക്ക് തളർന്നു വീണ അവനെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് അവളുടെ ശരീരത്തിലേക്ക് മുറുക്കുകയായിരുന്നു ഷീതു. അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി അവളുടെ ശരീരത്തെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ അവസാനമായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. ഒരിക്കലും തനിക്ക് ലഭിക്കില്ല എന്ന് കരുതി മനസ്സിൽ എവിടെയോ കുഴിച്ചു മൂടിയ ഒരാഗ്രഹം. മനുഷ്യൻ മറന്നാലും ദൈവം ആഗ്രഹത്തെ മറക്കില്ല എന്ന് പറഞ്ഞതുപോലെ അവന്റെ ആഗ്രഹം ആ ദൈവം തന്നെ സാധിച്ചു കൊടുത്തിരുന്നു. പരീക്ഷണങ്ങൾക്കും സങ്കടങ്ങൾക്കും അവസാനം അവർക്കിടയിൽ അന്ന് സന്തോഷം മാത്രമായിരുന്നു. അവരുടേതായിട്ടുള്ള ജീവിതം, അവരുടേതായിട്ടുള്ള നിമിഷങ്ങൾ, അതിന്റെ സാക്ഷാത്കാരമായിരുന്നു അന്നത്തെ രാത്രിയിൽ അവർക്ക് സമ്മാനിച്ചത്. നെഞ്ചിലേക്ക് തലവെച്ച് അവന്റെ നഗ്നമായ ശരീരത്തെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ചാർലി അവളുടെ തലയിൽ തലോടുകയായിരുന്നു. ഇരുവർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അത്ര സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും. ഷീതു, അവൻ വിളിച്ചതും അവളൊന്ന് മൂളി. ഞാൻ കരുതി നീ ഉറങ്ങിപ്പോയെന്ന് അവനൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല ഇച്ചായ, വല്ലാത്തൊരു സന്തോഷം തോന്നുക. സങ്കടം വരുമ്പോൾ ഉറങ്ങാൻ കഴിയാത്തതുപോലെ ഇപ്പൊ സന്തോഷം വരുമ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല. അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാ, എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിരുന്നു. നാഗമഠം തറവാട്ടിൽ എല്ലാവരും അവരവരുടെ ജോലിയിലായിരുന്നപ്പോൾ ഗോവിന്ദനും വാസുദേവനും ചർച്ചയിലായിരുന്നു. ഏട്ടാ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നാ തോന്നുന്നത്. വിവാഹം പോലും കഴിക്കാത്ത ഏട്ടൻ എവിടോ ഒരു അനന്തരാവകാശി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത്രയും സ്വത്തുക്കളും ഏട്ടൻ്റെ പേരിൽ എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു അമ്മയ്ക്ക്. ഏട്ടനെ വെച്ച് നോക്കുമ്പോൾ നമുക്കല്ലേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളത്. ഇനി വരാനിരിക്കുന്നതും നമുക്ക് തന്നെയാ. ആ സ്ഥിതിക്ക് ഏട്ടന് എന്തിനാ ആ സ്കൂളും കോളേജും ഒക്കെ? വാസുദേവൻ ദേഷ്യത്തോടെ ഗോവിന്ദനോട് പറഞ്ഞു.
അമ്മ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുമെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. മാത്രമല്ല അമ്മയുടെ വാത്സല്യപുത്രനാ ദേവേട്ടൻ. ആ സ്ഥിതിക്ക് ദേവേട്ടന് ഇത്രയും കൊടുത്തില്ലെങ്കിലേ ഉള്ളൂ സംശയം. അതുമാത്രമല്ല ദേവേട്ടന് എവിടെയോ ഒരു അനന്തരാവകാശിയായിട്ട് പെൺകുട്ടി ഉണ്ടെന്നും പറഞ്ഞിട്ടാ അമ്മ ഇത്രയും കൂടി സ്വത്ത് ദേവേട്ടന് എഴുതി വെച്ചത്. അപ്പോൾ നമ്മളെപ്പോലെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ദേവേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം അമ്മ ദേവേട്ടന് കൊടുത്തേനെ. ഗോവിന്ദൻ അയാളുടെ അനിയനെ നോക്കി പറഞ്ഞു. എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഏട്ടാ. അമ്മയോട് മറുത്തു പറഞ്ഞ് എനിക്ക് ശീലമില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും മിണ്ടാത്തത്. ഇനി ആ പെൺകുട്ടി എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ അവൾക്ക് എത്ര വയസ്സ് കാണുമായിരിക്കും ഏട്ടാ? അയാൾ സംശയത്തോടെ ഗോവിന്ദന്റെ മുഖത്തേക്ക് നോക്കി. ഊഹ ശരിയാണെങ്കിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം നടക്കുന്നത്. ആ സ്ത്രീയിൽ ദേവേട്ടനൊരു പെൺകുട്ടി ജനിച്ചു എന്ന് നമ്മൾ അറിയുന്നത്. എന്നാൽ അച്ഛനും വല്യച്ഛനും ഒക്കെ തിരക്കി പോകാൻ നിന്നെങ്കിലും ആ പെൺകുട്ടിയെ കൊണ്ട് അവർ ഈ നാട് വിട്ടിരുന്നു. പിന്നെ അവരും കുടുംബവും ഈ നാട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല. അന്ന് മുതൽ ദേവേട്ടൻ അന്വേഷണം തുടങ്ങിയതാണ്. ഇനി ദേവേട്ടൻ പോകാത്ത ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പക്ഷെ അവിടേക്കായിരിക്കാം ഇപ്പോൾ ദേവേട്ടൻ പോയിരിക്കുന്നത്. അയാൾ സംശയത്തോടെ പറഞ്ഞു. പക്ഷേ ഏട്ടാ, അങ്ങനെ പോയെങ്കിലും ദേവേട്ടൻ എങ്ങനെ തൻ്റെ മകളെ കണ്ടുപിടിക്കും? അവളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് വേണ്ടേ? വെറുതെ എങ്ങ് അനാഥാലയങ്ങളിൽ പോയി അന്വേഷിച്ചാൽ കുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് കഴിയോ? അങ്ങനെ എത്രയോ കുട്ടികൾ അനാഥാലയങ്ങളിൽ വരുന്നു. എത്രയോ പേരെ ആരൊക്കെ ദത്തെടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടി എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. ഇനിയൊരു പക്ഷെ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടോയെന്ന് പോലും നമുക്കറിയാൻ വഴിയില്ല. ആ സ്ത്രീക്ക് ഏട്ടന് എന്ത് ഭാവിച്ചാ ആ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ പോകുന്നത്? അതുമാത്രമല്ല ആ സ്ത്രീ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും അന്വേഷിക്കായിരുന്നു. ഇനി ആ സ്ത്രീയെ കണ്ടുപിടിക്കാനായിരിക്കോ ദേവേട്ടൻ ഇങ്ങനെ നടക്കുന്നത്? ഒരു പക്ഷെ ആ കുഞ്ഞ് അവരോടൊപ്പം ഉണ്ടെങ്കിലോ? വാസുദേവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല. അന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനും വല്യച്ഛനും കൂടി ഒരു അന്വേഷണം നടത്തിയതാ. അന്നറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീയുടെ വിവാഹം മറ്റൊരാളുമായിട്ട് കഴിഞ്ഞു എന്നാ. തന്നെയല്ല ആ കുഞ്ഞ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഗോവിന്ദൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു. അതെനിക്കറിയാം ഏട്ടാ. അവർ കള്ളം പറഞ്ഞതാണെങ്കിലോ? ചിലപ്പോൾ അവർ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിലോ? അയാൾ വീണ്ടും ചോദിച്ചു. അങ്ങനെ കൊന്നുകളയാൻ സാധ്യത കുറവാ. പക്ഷെ ആ കുഞ്ഞ് എവിടെയോ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എവിടെയുണ്ടെങ്കിലും ഭാഗ്യവതിയാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. മറ്റു പലയിടത്തുമായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഇത്രയും വസ്തുക്കൾ ആരെങ്കിലും എഴുതി വെക്കുവോ? ഒരിക്കലുമില്ല. ജീവനോടെ ഉണ്ടോ എവിടെയാ എന്നൊന്നും അറിയാത്ത പെൺകുട്ടിയുടെ പേരിൽ ഇത്രയും സ്വത്തുക്കൾ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഭാഗ്യം ചെയ്തതാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അയാൾ തൻ്റെ അനിയനെ നോക്കി മറുപടി പറഞ്ഞു. ഏട്ടൻ ആ നാശത്തിനെ കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ ഏട്ടൻ്റെ സ്വത്തുക്കളും വസ്തുക്കളും കൂടി നമുക്ക് രണ്ടുപേർക്കും വീതം വെച്ചെടുക്കായിരുന്നു അല്ലേ? സത്യത്തിൽ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥാപനം ഏട്ടൻ്റെ പേരിൽ എഴുതിയിട്ട് ബാക്കി നമുക്കും നമ്മുടെ മക്കൾക്കും തരുമെന്നാ ഞാൻ കരുതിയത്. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. ഏട്ടൻ ആ പെണ്ണിനെ കണ്ടുപിടിച്ചാലല്ലേ അവൾക്ക് അവകാശങ്ങൾ പോവുള്ളൂ. ഏട്ടൻ അവളെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടി ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെ ആരും അറിയാതെ അങ്ങ് ഇല്ലാതാക്കണം. അപ്പോൾ ഒരു ചെവി പോലും അറിയാതെ ഏട്ടൻ്റെ സ്വത്തുക്കളും കൂടി നമുക്ക് കിട്ടും. ഗോവിന്ദൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു. അത് കണ്ടതും വാസുദേവനും ഒന്ന് പുഞ്ചിരിച്ചിരുന്നു.